യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയപരിഷ്കാരങ്ങൾ ശക്തമാകുന്നു. അധികാരത്തിൽ കയറിയതു മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഉയർന്നുവരുന്ന വ്യാപാര യുദ്ധത്തിനും താരിഫ് വർധനയ്ക്കും അടിവരയിട്ടുകൊണ്ട് ആഗോള വ്യാപാര മേഖലയിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പദ്ധതികളാണ് ഇപ്പോൾ ട്രംപ് ആസൂത്രണം ചെയ്യുന്നത്. കൂടാതെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് കണക്കാക്കിയ നിർണായക ധാതുക്കളുടെ ഇറക്കുമതിയിലേക്കാണ് ട്രംപിന്റെ ഈയൊരു പോക്ക്. പ്രധാന ധാതുക്കൾക്ക് അധിക തീരുവ ചുമത്താനുള്ള സാധ്യത പരിശോധിക്കുന്ന പുതിയ അന്വേഷണം എങ്ങനെയെന്ന് കണ്ടറിയുക തന്നെ വേണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ട്രംപ് തന്റെ വ്യാപകമായ ഓൺ ഓഫ് ലെവികൾ വഴി വിപണികളെ ഉയർത്താനായി കൂടുതൽ താരിഫുകൾ ചുമത്താൻ നിർബന്ധിതനായോ എന്നാണ് അവർ ഒന്നടക്കം ചോദിക്കുന്നത്. നിർണായക ധാതുക്കൾ, ലോഹങ്ങൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ കാരണമായേക്കാവുന്ന അന്വേഷണത്തിനാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. എന്നാൽ ഇത് ആഗോള വ്യാപാര പങ്കാളികളുമായുള്ള തർക്കം രൂക്ഷമാകാനാണ് സാധ്യത. കൂടാതെ ട്രംപ് സമീപ ആഴ്ചകളിൽ വൻതോതിലുള്ള ഓൺ ഓഫ് ലെവികൾ ഏർപ്പെടുത്തി വിപണികളെ ഉയർത്തിയിരുന്നു. ഇത് നിർണായക ധാതുക്കളുടെയും അവയുടെ ഡെറിവേറ്റീവുകളുടെയും ഇറക്കുമതി യുഎസ് ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്നാണ് പൊതുധാരണ. കൂടാതെ ഇത് കണ്ടെത്താൻ സാധിച്ചാൽ പുതിയ അന്വേഷണം ട്രംപിനെ കൂടുതൽ താരിഫ് ചുമത്താൻ ഇടയാക്കുമെന്നും ചിലർ വ്യക്തമാക്കുന്നു. അതേസമയം ഒരു രാജ്യങ്ങളുടെയും പേര് പരാമർശിക്കാതെ ഗുരുതരവും സുസ്ഥിരവും ദീർഘകാലവുമായ വിതരണ ശൃംഖല ആഘാതങ്ങൾക്ക് സാധ്യതയുള്ള വിദേശ സ്രോതസ്സുകളെയാണ് അമേരിക്ക ആശ്രയിക്കുന്നതെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ നിർമ്മാതാക്കൾ, വ്യവസായ ഉപദേഷ്ടാക്കൾ, അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർ വളരെ കാലമായി വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകിയിരുന്ന കാര്യം കൂടിയാണ് ഈ ഉത്തരവ് വെളിപ്പെടുത്തുന്നതും. ഇത് ആഗോള വ്യാപാര പങ്കാളികളുമായുള്ള യുഎസ് തർക്കത്തിൽ വലിയ വർധനവും വ്യവസായ പ്രമുഖനായ ചൈനയെ നേരിട്ട് തകർക്കാനുള്ള ശ്രമം കൂടിയാണോ എന്ന ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ 1962 വ്യാപാര വികസന നിയമത്തിലെ സെക്ഷൻ 232 പ്രകാരം ദേശീയ സുരക്ഷാ അന്വേഷണം ആരംഭിക്കാനായി വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിനോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് ഈയൊരു ഉത്തരവിൽ ഒപ്പുവെച്ചത്. അതിൽ സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് 25% ആഗോള താരിഫ് ചുമത്താൻ ട്രംപ് തന്റെ ആദ്യ ടേമിൽ ഉപയോഗിച്ച അതേ നിയമം കൂടിയാണിത്. കൂടാതെ സാധ്യതയുള്ള ചെമ്പ് താരിഫുകളെ കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ ഫെബ്രുവരിയിൽ ട്രംപ് പുതിയ നിയമവും ഉപയോഗിച്ചു. എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ദേശീയ സുരക്ഷ, പ്രതിരോധ സന്നദ്ധത, വിലസ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി, പ്രതിരോധ ശേഷി എന്നിവയ്ക്കുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കൊബാൾട്ട്, ലിഥിയം, നിക്കൽ തുടങ്ങിയ നിർണായക ധാതുക്കൾ, അപൂർവ ഭൂമി മൂലകങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ തുടങ്ങിയ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇറക്കുമതി ലക്ഷ്യമിടുന്നതും. അതേസമയം നിലവിൽ യുഎസ് വളരെ കുറച്ച് മാത്രമേ ലിഥിയം വേർതിരിച്ചെടുക്കുന്നുള്ളൂ. കൂടാതെ കൊബാൾട്ട് ഖനിയോ റിഫൈനറിയോ യുഎസിൽ ഇല്ല. കൂടാതെ ഒന്നിലധികം ചെമ്പ് ഖനികളുണ്ടെങ്കിലും യുഎസിന് 2 ചെമ്പ് സ്മെൽറ്ററുകൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ലോഹങ്ങൾ സംസ്കരിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളെ യുഎസിന് ആശ്രയിക്കേണ്ടതായി വരുന്നു. അതേസമയം പുതിയ അന്വേഷണം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ജെറ്റ് എഞ്ചിനുകൾ, മിസൈൽ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, നൂതന കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ ഇവയുടെ ഉപയോഗം പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നു. കൂടാതെ ട്രംപിന് റിപ്പോർട്ട് സമർപ്പിക്കാനായി വാണിജ്യ വകുപ്പിന് 180 ദിവസം വരെ സമയമുണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു. അതേസമയം നടപടിയെടുക്കുന്നതിനുള്ള ഏതെങ്കിലും ശുപാർശകൾ താരിഫ് ചുമത്തുന്നത് പരിഗണിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം നടപ്പിലാക്കിയ മരുന്ന് ഇറക്കുമതിയിൽ ഉത്തരവിട്ട സമാനമായ ഒരു ദേശീയ സുരക്ഷാ അന്വേഷണത്തിനും സെമി കണ്ടക്ടറുകളുടെയും ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങളുടെയും മേലുള്ള മറ്റൊരു അന്വേഷണത്തിനും ശേഷമാണ് ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. അതേസമയം ട്രംപ് നിർമ്മാതാക്കളെ അമേരിക്കയിലേക്ക് മാറ്റാൻ നിർബന്ധിതനാകുന്നതിനായി ലെവികൾ ഉപയോഗിച്ചുകൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കാനുള്ള ഈ ഒരു ശ്രമം ഒരുപക്ഷെ ട്രംപ് നിരവധി ശത്രുക്കളെ സൃഷ്ടിക്കുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൂടാതെ അമേരിക്കയെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും ഇത് വിതരണ ശൃംഖലകളുടെ ദുർബലതയും ദേശീയ സുരക്ഷയും, പ്രതിരോധ സന്നദ്ധത, വില സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി, പ്രതിരോധശേഷി എന്നിവയ്ക്ക് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ കാണാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു.